പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈശോ മിശിഹായ്ക്ക്, ആബാ പിതാവിന്, പരിശുദ്ധാത്മാവിന്, പരിശുദ്ധ പരമ ത്രിയേക ദൈവത്തിന് ഹല്ലേലൂയ. രണ്ട് കര ഉയർത്തി 3 ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയിൽ സ്നേഹമുള്ള ദൈവമക്കളെ, ദിനവൃത്താന്തം 2-ാം പുസ്തകത്തിന്റെ 7-ാം അധ്യായത്തിന്റെ 14-ാം തിരുവചനത്തിൽ ദൈവം ഇങ്ങനെ അരുളി ചെയ്തു സോളമനോട്, എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കണം, തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കണം, തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയണം. അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേൾക്കും, ഞാൻ അവരുടെ പാപം ക്ഷമിക്കും, ഞാൻ അവരുടെ ദേശം സമ്പുഷ്ടമാക്കും. ഇത്രയാണ് ദൈവം പറഞ്ഞത്. അതിൽ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ഒരു ഭാഗം ധ്യാനിച്ചു. ദൈവത്തെ അന്വേഷിക്കണം, ദൈവത്തിൻ്റെ തിരികെ തേടണമെന്നർത്ഥം, ദൈവസഹായം തേടണമെന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ സ്വന്തം കഴിവ് ഉപയോഗിച്ച്, ദൈവം തന്ന കഴിവ് ഉപയോഗിച്ച് പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും അത് ചെയ്യണം. രണ്ടാമതായി, ദൈവത്തിൻ്റെ ശക്തിയും കൃപയുള്ള വരങ്ങളുള്ളവരുടെ സഹായത്തോടെയും പ്രശ്നം പരിഹരിക്കാൻ നോക്കാം. പക്ഷെ ഒരിക്കലും പിശാചിൻ്റെ സഹായത്തോടെ, പിശാചിൻ്റെ ഉപകരണങ്ങളാകുന്നവരുടെ സഹായത്തോടെ പ്രശ്നം പരിഹരിക്കാൻ നോക്കരുത്. അതുകൂടാതെ വീണ്ടും നമ്മൾ ധ്യാനിച്ചു, ദൈവത്തിൻ്റെ പക്കലേക്ക് നമ്മുടെ ഹൃദയവും മനസ്സും കരങ്ങളും നമ്മൾ ഉയർത്തണം. ദൈവത്തിൻ്റെ സഹായം തേടണം. ദൈവത്തിന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെന്ന് ആലോചിക്കണം. ദൈവത്തിന് മുമ്പിൽ വെറുതെ ഇരുന്ന് സ്തുതിച്ചാൽ മതി. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ദൈവത്തിന് മുമ്പിൽ ഇരുന്ന് സ്തുതിക്കുക. ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ ചെയ്ത ഒരു തെറ്റിൻ്റെ പേരിൽ ഭർത്താവ് കോപത്തോടുകൂടി ജ്യേഷ്ഠനോട് ചോദിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഏതാണ്ട് 10-30 കിലോമീറ്റർ ദൂരെയാണ് ജ്യേഷ്ഠൻ്റെ വീട്. ബസ് കയറിയാണ് ഭർത്താവ് പോയിരിക്കുന്നത്. ഭാര്യ അനുജത്തി കന്യാസ്ത്രീയെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു സന്യാസിനിയാണ് അനുജത്തി, ചേട്ടൻ ഇങ്ങനെ പോയിരിക്കുകയാണ്, ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ ഒരു തെറ്റായ നടപടി ഉണ്ടായി, ഒരു രേഖ തിരുത്തിയ കേസിലാണ് ഉണ്ടായത്. അതോടുകൂടി അനുജന് വലിയ ദുഃഖമായി, പ്രയാസമായി, നിസ്സഹായാവസ്ഥയിൽ അനുജൻ ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നു. പക്ഷേ കോപിഷ്ഠന് പെട്ടെന്ന് കോപം വരും. 2, കോപം വന്നാൽ പിന്നെ നിയന്ത്രണം നഷ്ടപ്പെടും. ആയുധം ഉപയോഗിച്ച് പോലും ഉപദ്രവിച്ചു പോകുന്ന ഒരു ബലഹീനത ഈ ഭർത്താവിനുള്ളത് കൊണ്ട് ഭാര്യ ചങ്കുപൊട്ടി കരഞ്ഞു കുറച്ചുപേരും അവിടെ ഇരുന്നിട്ട് അനുജത്തിയെ വിളിച്ചു. സിസ്റ്റർ, വൈദികരും സിസ്റ്റേഴ്സും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏതൊരു വ്യക്തി വന്നാലും മാനുഷിക വഴിയിലേക്ക് തിരിച്ചുവിടുന്ന അവസ്ഥ ഉണ്ടാവരുത്. ദൈവത്തിങ്കിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കണം. വെറും പുണ്യം പറച്ചിലല്ല, അതിനേക്കാൾ ഉപരിയായി ദൈവികമായൊരു മാർഗനിർദ്ദേശം കൊടുക്കൽ വേണം. ഈ സിസ്റ്റർ അങ്ങനെയുള്ളൊരു വിശുദ്ധയായ സിസ്റ്ററായിരുന്നു. സിസ്റ്റർ പറഞ്ഞത്, ചേച്ചി ഒരു കാര്യം ചെയ്യുക, തിരുഹൃദയ രൂപം പ്രതിഷ്ഠിച്ചിരിക്കുന്ന പ്രാർത്ഥനാമുറിയുടെ മുമ്പിൽ ഭർത്താവ് ചേട്ടാ തിരിച്ചു വരുന്നത് വരെ അവിടെ മുട്ടുകുത്തി ചേച്ചി സ്തുതിച്ചുകൊണ്ടിരിക്കുക, വേറൊന്നും ചെയ്യണ്ട. അപ്പോൾ ഈ ചേച്ചി അനുജത്തിയോട് പറഞ്ഞു, ഞാൻ എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഭർത്താവിനെയും ജ്യേഷ്ഠനെ സമർപ്പിക്കുക, ഈ പ്രശ്നം സമർപ്പിന്നെ സ്തുതിക്കാൻ പറഞ്ഞു. എനിക്ക് അങ്ങനെയൊന്നും സ്തുതിക്കാൻ അറിഞ്ഞുകൂടാ. അപ്പം പറഞ്ഞു, ചേച്ചി ഇത്ര ചെയ്യാൻ പറ്റില്ലേ? എൻ്റെ ഈശോയെ, എൻ്റെ ഭർത്താവിനെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എന്താണോ വിളിക്കുന്നത് ആ വിളിച്ചുകൊണ്ട് പറയുക. ചേട്ടായെന്നോ അല്ലെങ്കിൽ പിന്നെ അച്ചായെന്നോ അത് സമർപ്പിക്കുക. 2, എൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനെ, അദ്ദേഹത്തിനെ എങ്ങനെ വിളിക്കുക? ചേട്ടൻ എന്നാണോ? ചേട്ടനെ സമർപ്പിക്കുന്നു. അവർ തമ്മിലുള്ള ഈ വഴക്കുണ്ടാകാനുള്ള സാധ്യതയും ഈ ചേട്ടൻ ചെയ്ത ആ പ്രവൃത്തിയൊക്കെ സമർപ്പിക്കുന്നു. പിന്നെ സ്തുതിച്ചുകൊണ്ടിരുന്നോളാൻ പറഞ്ഞു. ചേച്ചി അനുജത്തിയോട് ചോദിച്ചു, നിന്നോട് ആരാ ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ സിസ്റ്റേഴ്സിന് ധ്യാനം കൂടിയപ്പോൾ കൊച്ചുമാത്തച്ഛൻ പറഞ്ഞു ഒന്ന് പ്രാർത്ഥന ചെയ്തെന്ന് പറഞ്ഞു. ഇത് ഞാൻ കണ്ടുപിടിച്ചതൊന്നുമല്ല. നാക്യംപറമ്പലച്ചനും അനേകം ആത്മീയ പിതാക്കന്മാരും
ഒത്തിരി വിശുദ്ധാത്മാക്കളും തിരുസഭയെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമായത്. ഇത് ഞങ്ങളുടെ കണ്ടുപിടുത്തമൊന്നുമല്ല. ഇങ്ങനൊരു സാഹചര്യം വന്നാൽ അതാ ചെയ്യേണ്ടത്. പൗലോസ് ശീലാസും കാരാഗ്രഹത്തിൽ കിടന്ന് ചെയ്ത കാര്യം. ആ വചനം ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നതുകൊണ്ട് സിസ്റ്റർ ഈ വചനം കൂടെ പറഞ്ഞു കൊടുത്തു. അപ്പസ്തോല പ്രവർത്തനം 16 എടുത്ത് വായിച്ചു നോക്ക്. പൗലോസ് ശീലാസും എന്ത് ചെയ്തെന്ന് കാണും. അവിടെ ചങ്ങല അഴിഞ്ഞു വീണു, കാരാഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നു. ഇതെല്ലാം ഒന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞു. ചേച്ചി ബൈബിൾ വായിച്ചപ്പോൾ നല്ല പ്രത്യാശ. പ്രിയപ്പെട്ടവരെ, 3 മണിക്കൂറാണ് സഹോദരി മുട്ടുമേന്ന് പ്രാർത്ഥിച്ചത്. 3 മണിക്കൂർ വെറുതെ ഇരുന്ന് സ്തുതിച്ചു, ബൈബിൾ ഭാഗം വായിച്ചു. ഇതുപോലൊരു അത്ഭുതം ഇവിടെ നടക്കട്ടെ എന്ന് പറഞ്ഞ ചേച്ചി വിദ്യാഭ്യാസമുള്ള സ്ത്രീയാ. അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിള്ളേർ സ്കൂളിൽ പോയിരിക്കുക. 3 മണിക്കൂർ നേരം തിരുഹൃദയത്തിന്റെ രൂപത്തിന് മുമ്പിൽ, കുരിശ് രൂപത്തിന്റെ മുമ്പിൽ, മാതാവിന്റെ വിമല ഹൃദയം പ്രതിഷ്ഠിച്ച മുറിയിൽ, തിരുക്കുടുംബത്തിന് മുമ്പിൽ ചരിക്കുന്ന പ്രാർത്ഥനാ മുറിയിൽ അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. 3 മണിക്കൂർ നേരത്തെ പ്രാർത്ഥന. കുറച്ച് കഴിഞ്ഞപ്പോൾ വീടിൻ്റെ മുറ്റത്ത് വാഹനം വന്ന് നിൽക്കുന്നു. ഒരു ജീപ്പാണ്. അത് ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ ജീപ്പാണ്. അദ്ദേഹത്തിൻ്റെ ജീപ്പുണ്ട്, റബ്ബർ തോട്ടത്തിലേക്ക് ഉപയോഗിക്കുന്ന ഒരു ജീപ്പുണ്ട്. ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ കയറി വന്നിട്ട് പറഞ്ഞു, ഒരു ചായ എടുക്ക്, എനിക്ക് ദാഹിക്കുന്നെല്ലാം പറഞ്ഞു. അപ്പം ഭർത്താവിൻ്റെ ജ്യേഷ്ഠന് വീട്ടിൽ കയറിയിട്ട് കുറേ കാലമായി, 4-5 വർഷമായിട്ട് പിണങ്ങി കഴിയുക. അയാൾ കയറി വന്നിരിക്കുന്നു. അപ്പം ഭാര്യ ആകെപ്പാടെ ഞെട്ടിപ്പോയി. അവർ ഓടിച്ചത് ചായ എല്ലാം എടുത്തു. ഇടയ്ക്ക് കരയുന്നുമുണ്ട്, കാരണം എന്തോ സംഭവിച്ച നല്ല കാര്യം. ഭർത്താവ് ഒന്നും മിണ്ടാതെ അപ്പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ട് ചേട്ടൻ ഇരിക്കുന്നെല്ലാം പറഞ്ഞിരിക്കുന്നു. വാഷ്റൂമിൽ കയറേണ്ടതെന്ന് പറഞ്ഞ് ബാത്റൂമൊക്കെ കാണിച്ചു കൊടുക്കുന്നു. ഒരു ടർക്കി കൊണ്ടുപോയി കൊടുക്കുന്നു. അപ്പം ഭാര്യയ്ക്ക് മനസ്സിലായി കർത്താവ് ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് തന്നെ സംഭവിച്ചു. എന്താണ്, ഈ അനുജൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് ഈ ചേട്ടൻ്റെ മുമ്പിൽ പോയി ചൂടാകാനായിട്ട് വേണ 2 കൊടുക്കാൻ വേണ്ടി പോയി ഭർത്താവ്. പിന്നെ അയാൾ പറഞ്ഞു, ഞാൻ 2 മറന്നിട്ട് 4 വാക്ക് പറയാനാ പോയത്. പറയുമ്പം അയാൾ പിന്നെ തർക്കിക്കാൻ നിന്നാൽ എടുത്ത് ഉപയോഗിക്കാനാണെന്നും പറഞ്ഞ് മടിയിൽ നിന്ന് പിച്ചാത്തി എടുത്ത് കാണിച്ചു. ഞാൻ അതിനാ പോയത്. പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോഴേക്ക് എനിക്ക് പറയാനൊന്നും കിട്ടുന്നില്ല. സങ്കടവും എല്ലാം കൂടി ഒരുമിച്ച് വന്നു. ഞാൻ ആ ചേട്ടൻ്റെ മുമ്പിലേക്ക് പോയിട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. പൊട്ടിക്കരഞ്ഞപ്പോഴേക്ക് ഞാൻ അറിയാതെ അയാളുടെ മുമ്പിലേക്ക് കാലിലേക്ക് അങ്ങ് വീണു. ചേട്ടനോടെ എടുത്ത് പൊക്കി പിടിച്ചിട്ട് കെട്ടിപ്പിടിച്ച്, നീ പ്രയാസപ്പെടല്ലേ, ഞാൻ സഹായിക്കാമെന്നെല്ലാം പറഞ്ഞു. കുറേ സാന്ത്വന വാക്കെല്ലാം പറഞ്ഞു. ഒരു കാര്യം ഒരു ചർച്ചാ വിഷയമാക്കിയില്ല. ജ്യേഷ്ഠൻ പറഞ്ഞു, വാ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന്. ഇവിടെ വന്നിട്ട് അയാൾ രേഖ തിരുത്തിയ കേസെല്ലാം പരിഹരിച്ച് പ്രശ്നം പരിഹരിച്ചു കൊടുത്തു. കൈയടിച്ച് യേശുവൊക്കെ നന്ദി പറ. എന്നോട് പറയുകയാണ്, ഈ ചേച്ചി പറഞ്ഞൊരു വാക്ക് സിസ്റ്റേഴ്സ് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഇതുപോലെ ഒരു 1000 സിസ്റ്റേഴ്സ് ലോകത്തുണ്ടായിരുന്നെങ്കിൽ എന്തെല്ലാം ഗുണങ്ങളുണ്ടാകുമായിരുന്നു. അപ്പം ഞാൻ അതിന് കൊടുത്ത മറുപടി, ഇതുപോലത്തെ 1,00,000 സിസ്റ്റേഴ്സ് ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞ് ആശ്വസിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ 1,00,000 സിസ്റ്റേഴ്സ് ഉണ്ടെന്ന വാക്ക് കൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. അതായത് പ്രശ്ന പരിഹാരത്തിന് തമ്പുരാന്റെ പക്കലേക്ക് തിരിയുക എന്ന് പറയുന്ന ഏറ്റവും വലിയ മാർഗമാണ് വിശ്വാസികൾ സ്വീകരിക്കേണ്ടത്. കരമുയർത്തി ഒന്ന് സ്തുതിച്ച് അതിനുള്ള കൃപയ്ക്ക് വേണ്ടി ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പ്രശ്ന പരിഹാരത്തിനായിട്ട് മാനുഷിക മാർഗങ്ങൾ സഹായം തേടുന്നത് തെറ്റില്ലെങ്കിലും പൈശാചിക മാർഗം തേടരുത് എന്ന് ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ, ദൈവിക മാർഗം തേടാൻ സഹായിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇനി 2 ദിനവൃത്താന്തം 7:14 അടുത്തത് പറഞ്ഞത്, അവർ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയണം. അതായത് ദൈവത്തിന്റെ തിരിഹിതം തേടുന്ന വ്യക്തി പാപമാർഗം വെടിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ തിരിഹിതം തേടിയാലേ ശരിയാവുള്ളൂ. പാപമാർഗം വെടിഞ്ഞിട്ട് ദൈവത്തിന്റെ തിരിഹിതം തേടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപമാർഗം വെടിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ തിരിഹിതം തേടിയാലേ ദൈവം തിരിഹിതം വെളിപ്പെടുത്തി കൊടുക്കുള്ളൂ. ഇവിടെ ഒന്നും കൂടെ വായിക്കുക. എന്റെ നാമം പേറുന്ന എന്റെ ജനം എന്നെ അന്വേഷിക്കണം. അടുത്തത്, പാപമാർഗങ്ങൾ പിന്തിരിയുന്നതിന് മുമ്പിൽ ഒരു കാര്യം ദൈവം പറഞ്ഞു, തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കണം. ഞാൻ ആദ്യം പാപമാർഗങ്ങൾ വെടിയുന്നതിനെ കുറിച്ചുള്ളത് പറയാം. അവരുടെ ദുർമാർഗങ്ങൾ അവർ പിന്തിരിയുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ തങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നതിനെ കുറിച്ച് പറയാം. നമുക്ക് പലപ്പോഴും പിശാചിന്റെ ഇഷ്ടമനുസരിച്ച് ചില പ്രത്യേക വഴികളിലൂടെ ജീവിച്ച് പഠിച്ചു പോയിട്ടുള്ളവരായിരിക്കും നമ്മൾ. കൈക്കൂലി കൊടുത്തും കള്ളത്തരം കാണിച്ചും കള്ളപ്പണം ഉണ്ടാക്കിയും സൂത്രം പറഞ്ഞും നുണ പറഞ്ഞും തട്ടിപ്പ് പറഞ്ഞും നമ്മൾ കാര്യം നേടി പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ
ഏത് പ്രശ്ന പരിഹാരത്തിന് നമ്മൾ ഈ പണി കാണിക്കും. ഇനിയിപ്പം ഞാൻ പറയാൻ പോകുന്നത് ഒരു കഥയായി ധ്യാനഗുരുക്കന്മാർ പറഞ്ഞ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷെ സംഭവിച്ചതാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരാൾ ധ്യാനിക്കാനായിട്ട് ഇങ്ങോട്ട് പോരുന്നു എന്ന് കേട്ടപ്പോൾ ഒരു ക്രൈസ്തവ കുടുംബം ആ ധ്യാനിക്കാൻ വരുന്ന ഭാര്യയുടെയും ഭർത്താവിൻ്റെ കയ്യിൽ 1000 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കോട്ടയിലെ കൊച്ചുമാത്തച്ഛൻ്റെ കൈ കൊടുത്തിട്ട് ഒരു കുർബാന ചൊല്ലാൻ പറയണം, ഞങ്ങളുടെ നിയോഗം ഇതാണ്. ഒരു കടലാസിൽ എഴുതി വെച്ച് കൊടുത്തു. അപ്പോൾ ആ വീട്ടുകാർ എൻ്റെ കയ്യിൽ ഈ കാശ് കൊണ്ടേ തന്നിട്ട് കുർബാനയെല്ലാം പറഞ്ഞു. ഞാൻ അക്കൗണ്ട് റൂമിൽ കൊടുത്തിട്ട് ഒരു രസീത് വാങ്ങി ഇവരുടെ കൈ കൊടുത്തു. കുർബാന ചൊല്ലാനുള്ള നിയോഗം ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട്, അതിൻ്റെ രസീതുമൊക്കെ വാങ്ങി ഇവരുടെ കൈ കൊടുത്ത് തിരിച്ചു വിട്ടു. കാരണം ഒരാളെ കാശ് കൊടുത്തു വിട്ടാൽ രസീത് കൊടുത്തു വിടുക അത് അത്യാവശ്യമുണ്ട്. ഇവിടെ ഏൽപ്പിച്ചോല്ലെന്ന് അറിയണമല്ലോ. നിയോഗം ഞാൻ സ്വീകരിച്ചു. അപ്പോൾ ഈ സ്ത്രീ അവിടെ ചെന്ന് വീട്ടുകാരോട് പറഞ്ഞു, കൊച്ചുമാത്തച്ഛൻ കുർബാന ചൊല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നിയോഗം വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്ക് പറഞ്ഞു, ഏതായിരുന്നാലും ഞാൻ 3 സ്ഥലത്തേക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അടുത്തതാണ് നമുക്കൊക്കെ ഷോക്ക് ഉണ്ടാക്കുന്ന കാര്യം. ഒരെണ്ണം കുഴപ്പമില്ല. മണ്ണാർക്കാട് പള്ളിയിൽ കുർബാന ചൊല്ലിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാശ് കൊടുത്ത് വിട്ടിട്ടുണ്ട്. പിന്നെ 3-മത്തേത് ഒരു വിഗ്രഹ ആരാധനാ സ്ഥലത്തേക്ക് പൂജയ്ക്ക് വേണ്ടി അങ്ങോട്ടും കൊടുത്തു വിട്ടിട്ടുണ്ട് 1000 രൂപ. സത്യക്രിസ്ത്യാനി കത്തോലിക്കനായിരിക്കുന്ന ഈ വ്യക്തി അല്ലെങ്കിൽ കത്തോലിക്കരായിരിക്കുന്ന ഈ ഭാര്യയും ഭർത്താവും ഇവരുടെ കയ്യിൽ ഈ 1000 രൂപ കൊടുത്തു വിടുമ്പോഴും അവരുടെ ദുരാചാരവും അന്ധവിശ്വാസവും അവിശ്വാസവും തെറ്റായ വിശ്വാസവും ഒന്നും അവർ ഉപേക്ഷിച്ചിട്ടില്ല. ഈ മണർക്കാട് പള്ളിയിലേക്ക് കൊടുത്ത 1000 രൂപയുടെയോ ഇവിടെ കുർബാനയിലേക്ക് ഏൽപ്പിച്ച 1000 രൂപയുടെയോ നന്മ അവരുടെ ഹൃദയത്തിലില്ല. അതിന് കാരണം സത്യവിശ്വാസത്തിന് വിരുദ്ധമായ തെറ്റായ വിശ്വാസത്തിലാണ് ഇവർ കഴിയുന്നത്. എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കണം, ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയണം. നമ്മുടെ ചില പാപ വഴികളിലൂടെ തുടർന്നുകൊണ്ട് ദൈവമേ എന്ന് വിളിച്ചാൽ പറ്റില്ല. പാപ വഴിയിലൂടെ തുടർന്നുകൊണ്ട് ദൈവമേ എന്ന് വിളിച്ചാൽ പറ്റില്ല. നമ്മൾ ആ സമയത്ത് പാപ വഴിയിലാണെങ്കിൽ നമ്മളെ ആ സമയത്ത് ബന്ധിച്ചിരിക്കുന്നതും നിയന്ത്രിക്കുന്നതും പിശാചാണ്. കാരണം പാപത്തിലൂടെ പിശാചിന് നമ്മുടെ മേൽ അധികാരം കിട്ടി. പാപത്തിലൂടെ നമ്മുടെ മേൽ പിശാച് നിയന്ത്രണവും അധികാരവും ഏറ്റെടുത്തു കഴിഞ്ഞു. പാപം ഉപേക്ഷിച്ചാലേ ഈ നിയന്ത്രണവും അധികാരവും പിശാചിന് നഷ്ടപ്പെടുകയുള്ളൂ. ആര് പാപത്തെ വെറുത്തുപേക്ഷിക്കുന്നുവോ, പാപം ചെയ്യില്ലെന്ന് പ്രതിജ്ഞ എടുക്കുന്നുവോ, അവരുടെ മേലുള്ള പിശാചിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും പകരം ദൈവാത്മാവൻ നിയന്ത്രണത്തിലേക്ക് അയാൾ വരികയും ചെയ്യും. വലതുകരം ഉയർത്തെന്ന് പ്രാർത്ഥിച്ച കർത്താവായ ഈശോയെ, ഏതൊരു പാപത്തിലൂടെയും പിശാചിന് ഞങ്ങളുടെ മേൽ നിയന്ത്രണവും അധികാരവും ലഭിക്കുന്നുവെന്നും പാപത്തെ വെറുത്തുപേക്ഷിച്ച് പാപം ചെയ്യില്ലെന്നുള്ള തീരുമാനമെടുത്ത് ഏറ്റുപറഞ്ഞു കുമ്പസാരിച്ച് പാപമോചനം പ്രാപിക്കുമ്പോൾ, അങ്ങുമായി ഞങ്ങൾ ഐക്യപ്പെടുമ്പോൾ പിശാചിന് ഞങ്ങളുടെ മേലുള്ള നിയന്ത്രണ അധികാരവും അവന്റെ ശക്തിയും അവന് നഷ്ടപ്പെടുന്നുവെന്ന് ഞങ്ങളിപ്പോൾ അറിയുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങയുടെ ദാസരായി മാറുന്നു. ഈ കൃപയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനീ പറഞ്ഞത് ഇഷ്ടംപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം പലയിടത്തും സംഭവിക്കുന്നുണ്ട്. ഈ സംഭവം ഉണ്ടല്ലോ, ഇവിടേക്ക് 1000 രൂപ, മണർക്കാട് പള്ളിയിലേക്ക് 1000 രൂപ, പിന്നെ വേറൊരിടത്തേക്ക് ഒരു വിഗ്രഹാരാധന സ്ഥലത്തേക്ക് കാഴ്ചയായി പൂജ അർപ്പിക്കാനായിട്ട് 1000 രൂപ കൊടുത്ത ഈ ക്രിസ്ത്യാനിയെ പോലെ പലരും 2 വഞ്ചി കാലിയൗട്ടുന്നുണ്ട്. കഥകൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. സംഭവിച്ചൊന്നുമല്ല. ഗീവർഗീസ് പുണ്യാളന്റെ രൂപത്തിൽ മുമ്പിൽ പോയി നേർച്ചയിട്ട അമ്മച്ചി ഗീവർഗീസ് പുണ്യാളന്റെ രൂപം തൊട്ടുമുത്തിയിട്ട് താഴെയുള്ള ആ വ്യാളിയുടെ അല്ലെങ്കിൽ ആ ജീവിയുടെ രൂപത്തിലൊന്ന് തൊട്ടുമുത്തി. എന്താന്ന് ചോദിച്ചപ്പോൾ പറയുന്നു, അറിയാൻ പാടില്ല എങ്ങടെ പോണേന്ന്. മുകളിലേക്കാണെങ്കിൽ അങ്ങോട്ട് നോക്കിയോളും, താഴെ ഒരു കൂട്ട് വേണ്ടതുകൊണ്ട് ഇങ്ങർക്ക് ഒരു ഉമ്മ കൊടുത്താന്ന് പറഞ്ഞ പോലെ. ഇത് വെറും കഥയാണ്, സംഭവമൊന്നുമല്ല.
സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ പണ്ട് പോലെ ധ്യാനഗുരുക്കന്മാർ പറയുന്ന ഒരു കഥയായിട്ട് ഞാൻ എടുക്കുകയാണ്. എന്ന് പറഞ്ഞ പോലെ അവിടെ ഇവിടെ എല്ലാം കാശ് കൊടുത്തു കാര്യം നേടുന്ന അവരൊക്കെ പ്രീതിപ്പെടുത്തുന്ന സ്വഭാവം പലർക്കും ഉണ്ട്. ഇന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനൊരാളെ ട്രെയിനിൽ വെച്ച് കണ്ടു. അപ്പോൾ എന്നെ കണ്ട ഉടനെ പെട്ടെന്ന് എൻ്റെ മുമ്പിൽ അയാൾ ട്രെയിനിൽ ഇരിക്കുന്നത് 2 വർഷം മുമ്പാണ്. മലബാറിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് പെട്ടെന്ന് ഇയാൾ എൻ്റെ നേരെ നോക്കിയിട്ട് പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ ഞെട്ടിപ്പോയി. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അയാൾ എന്നെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ വീട്ടിൽ പോയിട്ട് വരികയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നെ അറിയാവുന്ന ആളാന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ഞെട്ടാനൊരു കാരണമുണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്ന വ്യക്തി താടി വളർത്തിയിട്ടുണ്ട്, മുടി വളർത്തിയിട്ടുണ്ട്, കറുത്ത മുണ്ട് ഉടുത്തിട്ടുണ്ട്. ഡിസംബർ മാസത്തിലാണ് എന്നോടിത് പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ എൻ്റെ ക്യൂരിയോസിറ്റി ജിജ്ഞാസ വർദ്ധിച്ചു. ഞാൻ പറഞ്ഞു, എന്നെ പരിചയമുണ്ടോ? ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടിയിട്ടുണ്ട്, അച്ഛൻ്റെ കൺവെൻഷൻ കൂടിയിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, പേരെന്താ? ജോസ്. ബാക്കി ഞാനൊന്നും പറയുന്നില്ല. ഞാൻ അന്നേരമൊന്നും മിണ്ടിയില്ല. ആരും ഒഫൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ തൃശ്ശൂർ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാനിങ്ങോട്ട് ഇറങ്ങുന്നതിനുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചെന്ന് തോന്നി. കാരണം അടുത്ത സ്റ്റോപ്പ് ചാലക്കുടിയാണ്. ഇരിങ്ങാലക്കുടി എത്തിയപ്പം വണ്ടി നിർത്തിയില്ല. ഞാൻ പതുക്കെ എഴുന്നേറ്റ് എൻ്റെ പെട്ടി എടുത്തപ്പോൾ അയാൾ പെട്ടി എടുക്കാൻ തയ്യാറായി. അപ്പം ഞാൻ വൈദിക വസ്ത്രത്തിലല്ലാത്തതുകൊണ്ട് ആരും ശ്രദ്ധിച്ചൊന്നുമില്ല. കാരണം അങ്ങനെ പോകുന്ന ഒരാൾ എൻ്റെ പെട്ടിയെടുത്ത് എൻ്റെ പുറകെ ലോവയിട്ട് നടക്കുന്നെങ്കിൽ അവരൊക്കെ ജനങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കും. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്നോട് പിണങ്ങരുത്, അച്ഛൻ്റെ അടുത്ത് ധ്യാനിക്കാൻ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന നേർച്ചയായത്, അതുകൊണ്ട് നിറവേറ്റാൻ പോവാന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ എനിക്ക് തോന്നി, എൻ്റെ ധ്യാനം ഇത്രയും മോശമാണോ? എൻ്റെ ധ്യാനം കൂടിയിട്ടും. എന്നിട്ട് അയാൾ എന്നോട് പറയുക, അച്ഛനെന്ന പ്രസംഗത്തിൽ ഇങ്ങനെയും ചെയ്യുന്നത് തെറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എൻ്റെ കൂട്ടുകാർ പറയുന്നത് അങ്ങനെ ഒരു നേർച്ച നിറവേറ്റിയില്ലെങ്കിൽ അത് നിനക്ക് രോഗമായി മാറുമെന്ന്. അതുകൊണ്ട് എനിക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടൊന്നും അല്ല, പേടിച്ചിട്ട് പോകുന്നതെന്ന് എന്നോട് പറഞ്ഞു. ഇതുപോലുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ടെന്ന് മാത്രം പറഞ്ഞ് ഞാൻ ആ സംഭവം അവിടെ അവസാനിപ്പിക്കുക. എന്നോട് എന്നിട്ട് ഇറങ്ങാൻ നേരത്തൊരു ചോദ്യം, എൻ്റെ തലയിലൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കുമോ? ഞാൻ പറഞ്ഞു, എനിക്ക് കൈവെക്കാൻ തലയിൽ ഇനി സ്ഥലമില്ല. ഞാൻ പ്രാർത്ഥിച്ചില്ല. ഹല്ലേലൂയ. എനിക്ക് തലയിൽ കൈവെക്കാനായിട്ട് ഇനി സ്ഥലമില്ല. പിന്നെ അദ്ദേഹം ഇതുപോലുള്ള വചനപ്രഘോഷം ഒന്നും കേൾക്കുന്ന ആളല്ലാത്തതുകൊണ്ട് ഞാനീ പറഞ്ഞ അദ്ദേഹം കേൾക്കാൻ സാധ്യതയില്ല താനൊന്നേ തോന്നുന്നു. വചനം കേൾക്കുന്ന ആളാണെങ്കിൽ ചെയ്യില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, യേശുവിനെ തിരികിതം തേടി യേശു സഹായം തേടുന്നവര് പാപമാർഗങ്ങൾ ഉപേക്ഷിക്കണം, കുമാർഗങ്ങൾ ഉപേക്ഷിക്കണം. നമുക്ക് അതിനുള്ള കൃപയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് എഴുന്നേറ്റ് നിന്നേ. പാപമാർഗങ്ങൾ വെടിയാൻ പറ്റാത്തവരുണ്ട്. കാരണം എന്തറിയോ? പാപം നൽകുന്ന സുഖങ്ങളും പാപം വഴി കിട്ടാൻ സാധ്യതയുള്ള നേട്ടങ്ങളും പാപത്തിലൂടെ ആസ്വദിക്കാൻ പറ്റുന്ന ഈ ലോകത്തിന്റെ കുറെ കാര്യങ്ങളുമുണ്ട്. അത് വെടിയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. അത് തമ്പുരാന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ പാപത്തെ വെറുത്തുപേക്ഷിക്കാൻ പറ്റുള്ളൂ. ദൈവത്തെ സ്നേഹിക്കുന്നവരോട് ദൈവം വെറുക്കാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കാര്യം വെറുക്കണം, പാപത്തെ വെറുക്കണം. ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തി, ലോകത്തിലുള്ള എല്ലാവരെയും സ്നേഹിക്കുന്ന വ്യക്തി, ആരെയും വെറുക്കാൻ പാടില്ലാത്ത വ്യക്തി പിശാചിനെയും പാപത്തെയും വെറുക്കണം. എങ്കിലേ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ദൈവ തിരുഹിതം തേടുന്ന വിശ്വാസി, ദൈവാനുഗ്രഹത്തിനായി യാചിക്കുന്ന വിശ്വാസി പാപത്തെയും പിശാചിനെയും വെറുത്തുപേക്ഷിച്ചാലേ പാപവിടുതലും മോചനവും കിട്ടുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈ കൃപയ്ക്കായി യേശുവേ ഞാൻ യാചിക്കുന്നു, എന്നെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ. ആ കൃപയ്ക്കായി യാചിക്കുന്നു. കർത്താവേ, ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാവരും ഇപ്പോൾ പാപത്തെ വെറുത്തുപേക്ഷിക്കുന്നവരും പിശാചിന്റെ കെണികളിൽ നിന്ന് തന്ത്രങ്ങൾ മോചനം പ്രാപിച്ചവരും അഭിഷേകം പ്രാപിച്ചവരുമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തോടും പാപ സാഹചര്യങ്ങളോടും പാപം ജയിപ്പിക്കുന്ന പിശാചിനോടുള്ള വെറുപ്പിൽ നിന്നും ദൈവത്തോടുള്ള സ്നേഹത്തിലേക്ക് ഒരു വളരട്ടെ. കർത്താവേ, ഞങ്ങളെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ, എല്ലാ പൈശാചിക പെടുകളും വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗം തുറന്നു വരുന്നു, സ്വർലോകനാഥനാമീശൻ പാടുന്നു മാലാകവൃന്ദം, വാഴ്ത്തുന്നു മണ്ണിലെ മക്കൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, സ്തുതി ആരാധന. സ്വരമുയർത്തി ഹല്ലേലൂയ, 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 സ്തുതി ആരാധന. ഹല്ലേലൂയ, 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 സ്തുതി ആരാധന. ഈശോയ്ക്ക് എല്ലാം വിട്ടുകൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളുടെ രോഗങ്ങൾ വിട്ടുതരുന്നു, ഞങ്ങളുടെ വേദനകൾ വിട്ടുതരുന്നു. അഭിഷേകം ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ബന്ധനങ്ങളും ഹല്ലേലൂയ, അത്ഭുതം നടക്കട്ടെ. യേശുവേ, ആരാധന. കർത്താവേ, ഹല്ലേലൂയ, എല്ലാവരെയും ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവിന്റെ ഹല്ലേലൂയ, അത്ഭുതങ്ങൾ ഇവിടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗബലങ്ങൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും രോഗങ്ങളും ദുരിതങ്ങളും സമർപ്പിക്കുന്നു. പൈശാചിക പെടകൾ വിട്ടുപോകട്ടെ. അനുഗ്രഹം ഒഴുകട്ടെ. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹം ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ അഭിഷേകം ഒഴുകട്ടെ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി കർത്താവേ. ഹല്ലേലൂയ, സ്തുതി യേശുവേ നന്ദി കർത്താവേ. ഹല്ലേലൂയ, നന്ദി യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, നന്ദി കർത്താവേ. ഹല്ലേലൂയ, സ്തുതി യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 സ്തുതി ആരാധന. 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 ഹല്ലേലൂയ, സ്തുതി ആരാധന. ഹല്ലേലൂയ, സ്തുതി ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.